കോഴ്സും ഇതേ രീതിയിലൊക്കെ എല്ലാം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സിനൊന്നും വിളിച്ചില്ല. ആ കോഴ്സിന് വേണ്ടിയിട്ട് ആളുകളെ അപേക്ഷ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആ ക്ഷണിച്ചത് കൂട്ടത്തിലാണ് മെട്രിക് ട്രേഡിലേക്ക് ഇയർ മാർക്ക് ചെയ്ത് അച്ഛൻ ജോയിൻ ചെയ്തത് ഞങ്ങളെ വിടുന്നത്. ആ വിട്ട കൂട്ടത്തില് മുഖ്യമന്ത്രി ഈ ആപ്ലിക്കേഷൻ കൊടുത്തവരുടെയും കൂടെ നോട്ടീസ് അയച്ചു. കാരണം അന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, 57 വരെ. EMS മുഖ്യമന്ത്രി ആകുന്നത് വരെ, ആദ്യത്തെ ഇലക്ഷൻ വരെ മുഖ്യമന്ത്രി അപ്പോയിൻമെന്റ് കിട്ടിയിട്ടാണ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല കാറ്റഗറി വരും. അങ്ങനെയുള്ളൊരു ക്വാളിഫിക്കേഷൻ അത് ക്വാളിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ വന്ന് സർക്കാരിൽ നിന്നാണെങ്കിലും അങ്ങനെ അപ്പോഴും എനിക്ക് ഡ്രാഫ്റ്റ്സ്മാനായിട്ട് പമ്പ ഡാം ഡിവിഷനിൽ അപ്പോയിൻമെന്റ്. അപ്പോൾ ആ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രൂവ്ഡ് ആണെങ്കിലും അതായി വരുന്നത് ആ കോഴ്സ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അച്ഛന് എത്ര വയസ്സുണ്ട്? അപ്പോൾ എനിക്ക് 19-20 വയസ്സായി. അത്രേ ഉള്ളൂ. 20 മുമ്പ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ 20ാമത്തെ ക്വാളിഫൈ ചെയ്തു വരുന്നതിന് SSLC കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ആദ്യത്തെ വർഷം ഇവിടെ തൊടുപുഴ പോയി ആദ്യത്തെ ടെസ്റ്റ് PSC ടെസ്റ്റ് എന്ന് പറയും, പ്രൊഫസറിസം. ആ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് ജോലി കിട്ടാത്തവർക്ക് അത് എക്സം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ പ്രശ്നമൊന്നുമില്ല, കോമ്പറ്റീഷനും ഇല്ല അതിനകത്ത്. അപ്പൊ അത് മാത്രം കാണിച്ച് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ രണ്ടാമത് പോയി അറ്റൻഡ് ചെയ്ത് നമ്മളെ പോലെയൊക്കെ തന്നെ ക്വാളിഫൈ ചെയ്തൊക്കെ വരുന്നവരേ ഉള്ളൂ. അവർ മുഴുവനും വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കുക, അവിടുത്തെ ജോലികൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനൊക്കെ എല്ലാം വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആ ക്യാമ്പ് പിരിച്ചുവിടുന്നതിനാണ് മുഖ്യമന്ത്രിയെ